ഇക്വഡോറിൽ 2 വൈദികർക്ക് ദാരുണാന്ത്യം. കടലിൽ മുങ്ങിത്താഴ്ന്ന 2 അൾത്താര ബാലന്മാരെ രക്ഷിക്കുന്നതിനിടെയാണ് 2 കത്തോലിക്ക വൈദികർ മുങ്ങിമരിച്ചത്. മാർച്ച് 13 വെള്ളിയാഴ്ചയാണ് ആഗോള ക്രൈസ്തവ സമൂഹത്തെ നടുക്കിയ ഈ സംഭവം നടന്നത്. ഡൗലെ രൂപതയിലെ സാൻ ആൽബർട്ടോ മാഗ്നോ ഇടവക വികാരി ഫാദർ അൽഫോൻസോ ആവിലാസ് പ്രിസ്, സാൻ ജസീന്ത രൂപതയിലെ ഫാദർ പെഡ്രോ അഗ്നാസോട്ടിയോ എന്നിവരാണ് മരിച്ചത്. നോമ്പുകാലത്തിനോടനുബന്ധിച്ച് അൾത്താര ബാലന്മാർക്കായി സംഘടിപ്പിച്ച ധ്യാന പരിപാടിയുടെ ഭാഗമായാണ് വൈദികരും കുട്ടികളും ഇക്വഡോറിലെ പ്ലായ്സ് തീരത്തെത്തിയത്. കടലിലിറങ്ങിയ 2 കുട്ടികൾ ശക്തമായി തിരയിൽപ്പെടുകയും മുങ്ങിത്താഴുന്നത് കണ്ട വൈദികർ ഒട്ടും വൈകാതെ രക്ഷാപ്രവർത്തനത്തിനായി കടലിലേക്ക് ചാടുകയുമായിരുന്നു. കുട്ടികളെ സുരക്ഷിതമായി കരക്കെത്തിക്കാൻ ഇവർക്ക് സാധിച്ചെങ്കിലും 2 വൈദികരും തിരമാലകൾക്കിടയിൽ അകപ്പെട്ടുപോയി. ആശുപത്രിയിൽ എത്തിക്കും മുൻപേ വൈദികർ മരണത്തിന് കീഴടങ്ങി. 1966 സ്പെയിനിലെ മർസിയായിൽ ജനിച്ച ഫാദർ അൽഫോൻസോ 1990 വൈദികനായി അഭിഷിക്തനായത്. 30 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിനിടയിൽ കരുത്തുറ്റ പ്രസംഗങ്ങളിലൂടെയും ലാളിത്യത്തിലൂടെയും അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണെന്ന് അദ്ദേഹം എപ്പോഴും തൻ്റെ വിശ്വാസികളെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളിൽ ഇക്വഡോർ പ്രഥമ വനിത ലിവാനിയ വാൽബോൺസി, പ്രസിഡന്റ് ഡാനിയൽ നൊബോവയുടെ മാതാവ് അനബെല്ല അസീൻ എന്നിവരുൾപ്പെടെ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 1982 ജനിച്ച ഫാദർ പെദ്രോ 2010 വൈദികനായി അഭിഷിക്തനായത്. സാൻ ജസീന്ത രൂപതയിൽ അൾത്താര ബാലന്മാരുടെ ആത്മീയ വളർച്ചയ്ക്കായി അദ്ദേഹം വലിയ പങ്കുവഹിച്ചു. തങ്ങളെ ദൈവത്തിൻ്റെ പോരാളികളായി വളരാൻ പ്രോത്സാഹിപ്പിച്ച പ്രിയപ്പെട്ട പിതാവിൻ്റെ വിയോഗം അൾത്താര ബാലന്മാരെയും ദുഃഖത്തിലാഴ്ത്തി. സ്വന്തം ജീവൻ നൽകി കുഞ്ഞുങ്ങളെ രക്ഷിച്ച ഈ വൈദികർ ക്രിസ്തീയ സ്നേഹത്തിൻ്റെ ഉത്തമ മാതൃകയാണ്.